വിശദാംശങ്ങളുമായി നിലമ്പൂരിൽ നിന്നും VS അനന്തു ചേരുകയാണ്. അനന്തു, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ മുന്നണികളുടെയും പ്രമുഖ നേതാക്കന്മാരെല്ലാം കൂടുതൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായൊക്കെ കളം നിറഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കണ്ടു, പിന്നീട് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടു. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖ്യമന്ത്രിക്കും സർക്കാരിനും എല്ലാമെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സൈമ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ ചൂട് പിടിച്ചു വരികയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട പത്രസമ്മേളനങ്ങളായിരുന്നു നിലമ്പൂരിൽ ഉണ്ടായിരുന്നത്. ഒന്ന് PV അൻവറിന്റെയും മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും. രാവിലെ ആയിരുന്നു PV അൻവറിന്റെ പത്രസമ്മേളനം. രണ്ട് പത്രസമ്മേളനങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇരു നേതാക്കളും ഉയർത്തിയിട്ടുള്ളത്. രാവിലെ PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെയുള്ള വിമർശനങ്ങളായിരുന്നു രാവിലെ PV അൻവർ ഉന്നയിച്ചിരുന്നത്. മുഖ്യമന്ത്രി ജനങ്ങളെ വഞ്ചിച്ചു, ഈ കേരളത്തിലെ ഏറ്റവും വലിയ വഞ്ചന നടത്തുന്നത് മുഖ്യമന്ത്രിയാണെന്നായിരുന്നു PV അൻവറിന്റെ ആരോപണം. അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ഒട്ടാകെ വഞ്ചിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ വഞ്ചകനെന്ന് വിളിക്കാനുള്ള എന്ത് അധികാരമാണ് ഉള്ളതെന്നായിരുന്നു PV അൻവർ രാവിലെ ഉന്നയിച്ച ചോദ്യം. അതിന് പിന്നാലെയാണ് മുഹമ്മദ് റിയാസിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ഈ ഒരു പൊളിറ്റിക്കൽ നെക്സസിന്റെ ഉള്ളിൽപ്പെട്ടത്, അതായത് P ശശിയും ഈ ADGP അജിത് കുമാറും അടക്കമുള്ള പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായത് ആ വീട്ടിലേക്ക് മുഹമ്മദ് റിയാസ് എത്തിയതിനു ശേഷമാണ് എന്നായിരുന്നു PV അൻവറിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ കള്ളക്കടത്തിലടക്കം മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് താൻ കരുതുന്നില്ല, എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളെ P ശശി അടക്കമുള്ള നേതാക്കൾ ഈ തട്ടിപ്പിനായി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അത് മുഖ്യമന്ത്രി കയ്യും കാലും വിലങ്ങിട്ട അവസ്ഥയിലാണ്, അന്വേഷണ ഏജൻസികളുടെ ഒരു പിടിയിലാണ് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. വിവിധ വിഷയങ്ങളിൽ കേരളത്തിലെ ജനതയെ വഞ്ചിച്ചു. തുടക്കം അത് VS അച്യുതാനന്ദനെ വഞ്ചിച്ചുകൊണ്ട് അധികാര കസേരയിലിരുന്നതായിരുന്നു മുഖ്യമന്ത്രി ആദ്യം നടത്തിയ വഞ്ചന എന്നായിരുന്നു PV അൻവറിന്റെ വിമർശനം. അങ്ങനെ മുഖ്യമന്ത്രിക്കും മുഹമ്മദ് റിയാസിനുമെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചായിരുന്നു അൻവറിന്റെ പത്രസമ്മേളനം. എന്നാൽ പ്രതിപക്ഷ നേതാവിനെയും ഒരു തരത്തിൽ വിമർശിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവാണ് തന്റെ UDF പ്രവേശനത്തിനുള്ള വാതിൽ കൊട്ടിയടച്ചത് എന്ന തരത്തിലായിരുന്നു. മറ്റുള്ളവർക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് അൻവർ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി വിവിധ വിഷയങ്ങളിൽ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയെ ഒരു തീവ്രവാദ ജില്ലയാണ്, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാം തീവ്രവാദികളാണ്, മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്, തട്ടിപ്പുകാരാണ്, ക്രിമിനലുകളാണ് എന്ന ഒരു പ്രചരണത്തിന് മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആ ഒരു വിമർശനം. അത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ദ ഹിന്ദുവിന് കൊടുത്ത ആ ഒരു അഭിമുഖത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഡൽഹിയിലെത്തി അദ്ദേഹം മലപ്പുറത്തെ അപമാനിച്ച് ഇകഴ്ത്തി കാണിക്കാനുള്ള തരത്തിൽ പരാമർശങ്ങൾ നടത്തി. അതുപോലെ തന്നെയാണ് ഇടതു നേതാക്കളും മലപ്പുറത്തിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള, മലപ്പുറത്തെ ജനങ്ങളെ ഇകഴ്ത്തി കാണിക്കാനുള്ള പല പരാമർശങ്ങൾ ശക്തമായി നടത്തിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. വിജയരാഘവന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതിപക്ഷ നേതാവിന്റെ വാർത്താസമ്മേളനം. പല പരാമർശങ്ങൾ അദ്ദേഹം വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. മലപ്പുറത്തെ ജനങ്ങൾക്കെതിരെയും മലപ്പുറത്തിനെതിരെയും ഇടതു നേതാക്കൾ കൂടുതൽ ശക്തിയുക്തമായി വിമർശനങ്ങൾ ഉന്നയിച്ചു. ആ നിലപാടിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യവും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് ഇവിടെ ഇപ്പോൾ ചൂടുപിടിക്കുകയാണ്. പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി നേതാക്കളടക്കം കളം നിറയുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ രാഷ്ട്രീയ വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെയായി എല്ലാ നേതാക്കന്മാരും കളം പിടിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് VS അനന്തു ആയിരുന്നു.